മുട്ടച്ചോറ് കഴിച്ചിട്ടുണ്ടോ? ഉച്ചയ്ക്ക് കറിയൊന്നും ഇല്ലെങ്കിലേ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും കൊടുത്തുവിടാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ലോണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരകം ഒന്ന് കുത്തി ചതച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടാൽ മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരു ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. ഇപ്പം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്, കളറൊന്നും മാറിയിട്ടില്ല. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. തീ കുറച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇതിപ്പോൾ പുതിയൊരു റെസിപ്പി ഒന്നും അല്ല കേട്ടോ. ഇത് പണ്ടേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മുട്ടച്ചോറാണ്. അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ചിക്കു ഇപ്പം അവിടെ ഒറ്റയ്ക്കാണല്ലോ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമാകുമ്പം ഉണ്ടാവും വിളിക്കുന്നത്, അമ്മയെ വിശക്കുന്നു, ഞാൻ എന്താ ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറയും, വിശക്കുന്ന സമയത്തല്ല ഉണ്ടാക്കാൻ പോകേണ്ടത്, അതിനും കുറച്ച് മുമ്പേ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമുക്ക് വിശക്കുന്ന സമയത്തൊക്കെ അടുക്കളയിൽ പോയിട്ട് ഒന്നും ഉണ്ടാക്കാൻ തോന്നില്ലല്ലോ അല്ലേ. അപ്പോഴാണ് ഈ മുട്ടച്ചോറിൻ്റെ റെസിപ്പി ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. വേവിച്ച ചോറുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. തീ കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ തക്കാളിയുടെ ഉള്ളൊന്നും വേവില്ല. ഇതിപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ ഒക്കെ പകുതി മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പെരിജീരകത്തിൻ്റെ പൊടിയാണുള്ളതെങ്കിൽ ഈ സമയത്ത് ഒരു നുള്ളു പൊടി ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. ഇനി ഈ പൊടികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമുക്കൊരു 4 വെളുത്തുള്ളി എല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അത് പൊടി മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട ഉടനെ തന്നെ ഒന്ന് ഇളക്കി ഒരുപാട് സമയം വെച്ച് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മുട്ട പൊട്ടിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരുപാട് സമയം വെച്ചങ്ങ് ചിക്കി പൊരിക്കേണ്ട. ഒന്ന് നന്നായിട്ടൊന്ന് വേവണം. എന്നാൽ അധികം അങ്ങോട്ട് ഡ്രൈ ആവാനും പാടില്ല. ഡ്രൈ ആവാതെ എടുക്കുമ്പോഴാണ് മുട്ടച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറ് തന്നെയാണ് ചേർക്കുന്നത്. ബസ്മതി റൈസിൻ്റെ ചോറാണെങ്കിൽ അത് ചേർക്കാം. ഏതുവായാലും കുഴപ്പമില്ല. ചോറിൻ്റെ അളവ് അധികമായി പോരുത് കേട്ടോ. ഇതിപ്പം ഒരാൾക്ക് കഴിക്കേണ്ട ചോറാണ്. കൂടുതൽ ചോറൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടി 2 മുട്ടയിലധികം എടുക്കേണ്ട. ബാക്കി മസാലകളും എല്ലാം ഇതിനെ കഴിഞ്ഞും കൂടുതൽ എടുത്തിരുന്നാൽ മതി. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവായിരിക്കും കേട്ടോ. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് പൊടി കയ്യിലെടുത്ത് ഇതുപോലെ അങ്ങ് വെതറി കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചോളും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടച്ചോറ് റെഡി. ഇതുവരെയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം. ഇതിൻ്റെ കൂടെ ഒന്നും കൂട്ടണമെന്നില്ല കേട്ടോ, ഇത് തന്നെ മതി. എൻ്റെ അടുത്ത് ചിക്കുവിന് കൊടുത്തിട്ട് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പി ഓൾറെഡി ചിക്കൂസ്ഡൈനിൽ പോസ്റ്റ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ചിക്കൂസ്ഡൈൻ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി എന്നൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതിലും ടേസ്റ്റിയാണ് കേട്ടോ. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നവർ പറയും ഇനി എന്നും ഇത് തന്നെ മതിയെന്ന്. കറി കൊണ്ടുപോകണ്ട, സെപ്പറേറ്റ് ആയിട്ട് സ്പൂൺ കൊണ്ടാണേലും കോരി കഴിക്കാം. മുട്ട ഒരുപാട് അങ്ങ് ഡ്രൈ ആവാത്തതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് നല്ല മോയിസ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.